നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ് പാസീവ് വോയിസിലോട്ട് ആക്കുന്നത് എന്നൊക്കെ പഠിച്ചു. അപ്പം അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെ ഫോമുലാസും നമ്മൾ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ പാസീവ് വോയിസ് പഠിക്കുന്നത്? അത് ഈ കുട്ടികൾക്ക് മാത്രം പോരെ, കുട്ടികൾക്ക് പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു PSCക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടി മാത്രം പഠിച്ചാൽ പോരെ, എന്തിനാണ് പാസീവ് വോയിസ്? അത് ന്യായമായൊരു ചോദ്യമാണ്. എന്തിനാണ് പാസീവ് വോയിസ് പഠിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തിനാണ് പാസീവ് വോയിസ് പഠിക്കുന്നത്. പാസീവ് വോയിസ് പഠിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പാസീവ് വോയിസ് തന്നെ വേണം. അതുകൊണ്ട് അങ്ങനെ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്, എന്തിനാണ് പാസീവ് വോയിസ് പഠിക്കുന്നത്. അപ്പം നമുക്കിന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു പാസീവ് വോയിസിൽ ആർക്കാണ് പ്രാധാന്യം? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. ആക്റ്റീവ് വോയിസിലോ സബ്ജക്റ്റിനാണ് പ്രാധാന്യം. അത് നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റ് തന്നെ വെച്ച് സംസാരിക്കണം എന്നുണ്ടോ? പ്രവൃത്തി ചെയ്ത വ്യക്തിയെ കുറിച്ചേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ടോ? എന്നില്ല. അല്ലാതെ നമുക്ക് സംസാരിക്കണം. പ്രവൃത്തി ചെയ്ത ആൾക്ക് പ്രാധാന്യമില്ലാതെ ആ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, റൂം വൃത്തിയാക്കി എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് ഈ റൂം? അപ്പം ഞാൻ പറയണം റൂം വൃത്തിയാക്കി. ആരാ വൃത്തിയാക്കിയെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയാണ്, നീ അവളെന്തിയേ, അവളുടെ കാര്യം എന്തിയേ ചോദിക്കുമ്പോൾ ഞാൻ പറയാണ് അവളെ വിളിച്ചിട്ടുണ്ട്. ആരാ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. അതേപോലെ തന്നെ ഞാൻ പറയാണ്, മോക്ക് ആർക്കെങ്കിലും പനിയായിട്ട് കിടക്കാണ്, അന്വേഷിച്ച് വരുന്ന ആളുടെ മോളെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ആരാണ് മോളെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയത്? ഞാൻ പറഞ്ഞോ ആരെയാ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയെന്ന്? ഞാൻ പറഞ്ഞില്ല. അതാണ് പാസീവ് വോയിസ്. നമ്മൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നതാണ് പാസീവ് വോയിസ്. മോളെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ഒരുപക്ഷെ ഞാനായിരിക്കാം മാറ്റിയത്, അല്ലെങ്കിൽ മോളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം മാറ്റിയത്. ആരാ മാറ്റിയത് ഞാൻ പറഞ്ഞില്ല. കേട്ടയാൾ ചോദിക്കണം ആരാണ് മാറ്റിയത്. അതല്ലെങ്കിൽ റൂം വൃത്തിയാക്കി, ആരാണ് വൃത്തിയാക്കിയത് എന്ന് ചോദിക്കണം. ഞാൻ വിളിച്ചിട്ടുണ്ട്, അവനെ വിളിച്ചിട്ടുണ്ട്. ആരാണ് വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. അതാണ് പാസീവ് വോയിസ്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത്? പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറയാണ് റൂം വൃത്തിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ റൂം വൃത്തിയാക്കി, റൂം നാളെ വൃത്തിയാക്കും. ശരിക്കും നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? ഇപ്പം അലക്സ് റൂം വൃത്തിയാക്കിയിട്ടുണ്ട്, അലക്സ് നാളെ റൂം വൃത്തിയാക്കും, അലക്സ് റൂം വൃത്തിയാക്കാറുണ്ട് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അത് പറയാൻ കഴിയും അല്ലേ? അലക്സ് ഈസ് ക്ലീനിങ് എന്ന് പറയാം, അലക്സ് ക്ലീൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അലക്സ് വിൽ ക്ലീൻ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ അലക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. റൂം വൃത്തിയാക്കിയെന്നും അല്ലെങ്കിൽ റൂം വൃത്തിയാക്കാറുണ്ടെന്നും റൂം വൃത്തിയാക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ്, നാളെ റൂം വൃത്തിയാക്കും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം, റൂം വൃത്തിയാക്കി എന്നെങ്ങനെ പറയും അല്ലേ? റൂം വൃത്തിയാക്കി. റൂം ആരാ വൃത്തിയാക്കിയ? എനിക്കറിയില്ല ആരാ വൃത്തിയാക്കിയത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? റൂം വൃത്തിയാക്കി എന്ന് എങ്ങനെ പറയണം? ദ റൂം വാസ് ക്ലീൻഡ്. ദ റൂം ഒബ്ജക്റ്റ് ആണ് അവിടെ വന്നത്. ഇനി വാസ് ക്ലീൻഡ് എങ്ങനെ വന്നു? നമ്മുടെ പാസീവ് വോയിസിലെ സ്ട്രക്ചറാണ് വാസ് ക്ലീൻഡ്. ഇനി ഞാൻ പാസീവ് വോയിസ് സെന്റൻസ് മാത്രമേ പറയുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് വരും പാസീവ് വോയിസിന്റെ ഓരോന്നിൻ്റെ. ഞാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അതേപോലെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് എല്ലാത്തിൻ്റെയും ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കുക. എന്തുകൊണ്ട് അവിടെ വാസ് വന്നു? നമ്മൾ ഇത്രയും നാളും പഠിച്ചത് വാസ് കഴിഞ്ഞാൽ വെർബ് ing ആണ്. പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ദ റൂം വാസ് ക്ലീൻഡ് എന്നാണ്. ED ആണ് വന്നത്, V3 ആണ് വന്നത്. അതിൻ്റെ എല്ലാം കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ പാസീവ് വോയിസ് പഠിക്കണം. റൂം വൃത്തിയാക്കി, ദ റൂം വാസ് ക്ലീൻഡ് എന്നായി. ഇനി ആരാണ്? ബൈ അലക്സ്. അത് അന്ന് ഞാൻ പറഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇനി അതേപോലെ റൂം വൃത്തിയാക്കിയിട്ടുണ്ട്. ആക്കിയിട്ടുണ്ട് എങ്ങനെ പറയണം? ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. എന്തുകൊണ്ട് വന്നു? പാസീവ് വോയിസ് അറിയണം. ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. റൂം വൃത്തിയാക്കിയിട്ടുണ്ട്. ആരാൽ? ബൈ അലക്സ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതേപോലെ നാളെ റൂം വൃത്തിയാക്കും. നാളെ റൂം വൃത്തിയാക്കും.
The room will be cleaned tomorrow. The room will be cleaned tomorrow. നാളെ റൂം വൃത്തിയാക്കും. ആരാൽ? ബൈ അലക്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെയെല്ലാം റൂം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. അലക്സ് നാളെ റൂം വൃത്തിയാക്കും എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയണം? അലക്സ് വിൽ എന്ന് പറയണം അല്ലേ? അലക്സ് നമ്മൾ ആദ്യം പറഞ്ഞു വൃത്തിയാക്കും വില്ല്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് അലക്സിനെ അവസാനമാണ് നമ്മൾ കൊടുത്തത് ബൈ അലക്സ് എന്ന് പറഞ്ഞ്. അതാണ് പാസീവ് വോയിസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സെന്റൻസ് പറയാം, നിങ്ങൾ അതൊന്ന് പാസീവ് വോയിസ് ആക്കൂ. അവനെ വിളിച്ചിട്ടുണ്ട്. അവനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടില്ല. ആരാ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല. അവനെ വിളിച്ചിട്ടുണ്ട്. അത് പാസീവ് വോയിസ് ആണ്. എങ്ങനെയാക്കും? ഹി ഹാസ് ബീൻ കോൾഡ്. ഹി ഹാസ് ബീൻ കോൾഡ്. ആര്? ബൈ മീ, ഞാൻ. ഹി ഹാസ് ബീൻ കോൾഡ്. അവനെ വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയണതാണ്. അത് പാസീവ് വോയിസ് ആണ്. ഹി ഹാസ് ബീൻ കോൾഡ്. അവനെ വിളിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമ്മൾക്ക് പറയും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പക്ഷേ ബൈ മോം, എൻ്റെ അമ്മയാലായിരിക്കാം, അല്ലെങ്കിൽ മൈ ബ്രദർ ആയിരിക്കാം. ആരോ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണെന്ന് നമുക്കറിയില്ല. ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ പറയണം? ഇവിടെ എന്താണ്? ഭക്ഷണമാണ് ഇവിടെ സബ്ജക്റ്റായി വരുന്നത് അല്ലേ? ഫുഡ്. ഇങ്ങനെയാണ് ഇതിന് ഹാസ് ബീൻ പ്രിപ്പയർഡ്. ഹാസ് ബീൻ പ്രിപ്പയർഡ്. ഫുഡ് ഹാസ് ബീൻ പ്രിപ്പയർഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതെങ്ങനെയാണ് പാസീവ് വോയിസ് ആയത്? കാരണം ഹാസ് വന്നു, പ്രിപ്പയർഡ് B3 വന്നു. എങ്ങനെയാണ് പാസീവ് വോയിസ് ആയത്? അതിൽ ബിയുടെ ഒരു ഫോം വന്നു, ബീൻ വന്നു. അപ്പം അതിന്റെ പാസീവ് വോയിസിന്റെ ക്ലാസ് കേൾക്കാത്തവര് ഇത് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ഞാൻ ഉറപ്പ് പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ്, ആ പാസീവ് വോയിസിന്റെ ക്ലാസ് നിങ്ങൾ കേൾക്കണം. എന്തുകൊണ്ട് അവിടെ ബീൻ വന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അത് കേൾക്കണം. കാരണം ഒരു സെന്റൻസിൽ പാസീവ് വോയിസ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ബിയുടെ ഒരു ഫോമും വേണം, V3 വേണം. അപ്പോൾ ഹാസ് ബീൻ പ്രിപ്പയർഡ്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബൈ മോം, ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് ഉണ്ടാക്കപ്പെട്ടത്, അമ്മയാൽ ഉണ്ടാക്കപ്പെട്ടു. ഇനി ഞങ്ങളുടെ പരിപാടി മാറ്റിവെച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടി വേണ്ടെന്ന് വെച്ചു. ഞങ്ങളുടെ പരിപാടി ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. ഞങ്ങളുടെ പരിപാടി വേണ്ടെന്ന് വെച്ചു. ആരാ വേണ്ടെന്ന് വെച്ചേ? അതറിയില്ല. ഞങ്ങളുടെ പരിപാടി വേണ്ടെന്ന് വെച്ചു. എങ്ങനെ പറയണം? ഞങ്ങളുടെ അവർ പ്രോഗ്രാം വാസ് ക്യാൻസൽഡ് ബൈ ദ പ്രോഗ്രാം വാസ് ക്യാൻസൽഡ്. ആരാലോ അത് വേണ്ടെന്ന് വെക്കപ്പെട്ടു അല്ലേ? അത് നമുക്കറിയില്ല അവിടെ ആരാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പാസീവ് വോയിസ് എന്തിനാ ഉപയോഗിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ എന്താ ചെയ്തത്? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചത് അല്ലെ? പിന്നെ ബൈ, ആരാലാണ് അല്ലെങ്കിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ എന്ന് പറഞ്ഞ് സബ്ജക്റ്റ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇവിടെ ഞാനിപ്പോ ദ റൂം എന്ന് പറഞ്ഞു, അതേപോലെ അവർ മീറ്റിംഗ്, അതേപോലെ എന്താ നമ്മൾ പറഞ്ഞത്, ഹി പറഞ്ഞു. ഇതെല്ലാം ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ആണോ? പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് അല്ല. ഇവിടെയെല്ലാം എന്താണ്? സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാവില്ല, എന്താണെങ്കിലും മനസ്സിലാവില്ല. കാര്യം വാസ് കഴിഞ്ഞാൽ വേർബ് ING ആണ് വരേണ്ടത്. ഹാസ് ഹാവ് ഉപയോഗിച്ചാൽ വേർബ് V3 ആണ്. അതിൻ്റെ ഇടയിൽ ഒരു ബീൻ എങ്ങനെ വന്നു? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു. ഈ റൂം ഒരു സബ്ജക്റ്റ് അല്ലല്ലോ, അതല്ലെങ്കിൽ ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലല്ലോ, അതുപോലെ അവർ മീറ്റിംഗ് ഒരു സബ്ജക്റ്റ് അല്ലല്ലോ, ഇതൊക്കെ എങ്ങനെ വന്നു? അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാസീവ് വോയിസിന്റെ ക്ലാസ് കേൾക്കണം. കേട്ടിട്ടേ ഇത് കേൾക്കാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു PSC ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. എന്ത്? ഈ പാസീവ് വോയിസ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെന്റൻസ് തരാം. അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ആരാ മാറ്റിയെന്നൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ആരോ മാറ്റി. അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? അത് പാസീവ് വോയിസ് ആണ്. കാരണം ആരാ മാറ്റിയേ? അറിയില്ല. അപ്പൊ അതെന്താണ് അവിടെ? പാസീവ് വോയിസ് ആണ്. ഞാൻ അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നാണെങ്കിൽ അതെന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല ആരാ ഹോസ്പിറ്റലിലോട്ട് മാറ്റി, അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്ന് പറയുകയാണെങ്കിൽ ആക്റ്റീവ് വോയിസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്ന് മാത്രമാണ്. അപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ അവനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നുള്ളത്
സെൻറ്റൻസ് ആക്കി, ഇംഗ്ലീഷ് സെൻറ്റൻസ് ആക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ട് മാറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആദ്യമായി കേട്ടവർക്ക് ഒരു സംശയം എന്താണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കരുത്. നമ്മുടെ ക്ലാസ് കൃത്യമായിട്ടും കേൾക്കുക. കേട്ടതിന് ശേഷം മാത്രമേ ഇത് എന്താണ് എന്ന് ചോദിക്കാൻ പാടുള്ളൂ. കാരണം മറ്റൊന്നല്ല, ഞാൻ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പാസീവ് വോയിസിന്റെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം വിളിച്ച ആൾ എന്നോട് ചോദിച്ചു, ഇത് എന്തിന്റെ ആവശ്യം, പാസീവ് വോയിസിന്റെ ആവശ്യം എന്താണ് മാഡം? അതിന്റെ ആവശ്യം നമുക്കില്ല, അതിന്റെ ആവശ്യമുണ്ട്. പാസീവ് വോയിസ് നമ്മൾ ഒത്തിരി രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഫോർ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് സെന്റൻസ് നിങ്ങൾക്ക് തന്ന് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ മലയാള സെൻറ്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് മാറ്റി ഈ എന്താണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ PSC ക്ലാസ്സുകൾക്കായിട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്കൂളിൽ CBSE സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ടുണ്ട് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും അങ്ങനെയൊക്കെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നല്ല നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി റെഡി ആവുന്ന അവർക്ക് വേണ്ടി മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു.